ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ബോ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തുണി നമ്മൾ മടക്കി കഴിയുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ വരണം. അതായത് നമ്മുടെ എടുക്കുന്ന അളവ്, വീതി, നീളം എല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ അളവെന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. രണ്ട് സൈഡും 6.5 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ടൊരു ബോയുടെ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡും ഒരേ അളവ് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് മാത്രം, ഓപ്പൺ സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നടുഭാഗം മാത്രം ഒഴിവാക്കി രണ്ട് സൈഡിലോട്ട് മാത്രം, ഞാനിപ്പോൾ വരച്ചതുപോലെ രണ്ട് സൈഡിലോട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. സെൻറ്റർ സ്റ്റിച്ച് ചെയ്യാതെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഞാനതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ട് സൈഡിലോട്ടുമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ആ തുണി ഒന്ന് നേരെ വെക്കാം. അതായത് നമ്മൾ അടിച്ച ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നേരെയാക്കുക. നേരെ വെച്ചതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ്, രണ്ട് പീസിൻ്റെ സൈഡിലോട്ടായിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് പതിച്ച് അടിക്കണ്ട, നമ്മളൊന്ന് പതിച്ച് വെച്ചതിന് ശേഷം നമുക്കിപ്പം ബാക്കിയുള്ള രണ്ട് ഓപ്പൺ സൈഡും കൂടി ഉണ്ട്, അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് ആ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ഗ്യാപ്പ്, ആ ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുകൂടി തുണി ഒന്ന് തിരിച്ചിടാം. അതായത് നമ്മൾ നേരത്തെ ഒഴിവാക്കി വിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഭാഗത്തിൽ കൂടി നമ്മൾ ബാക്കിയുള്ള തുണി ഒന്ന് തിരിച്ചിടാം. അതിൻ്റെ നല്ല വശം തിരിച്ചിടാം. നല്ല വശത്തോട്ടുള്ള തുണിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ തുണി തിരിച്ചിട്ടു. അപ്പം നല്ല വശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ സൈഡും ഒരേപോലെ പെർഫെക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ തുണി തിരിച്ചിടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് ഗ്യാപ്പ് അതിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് യോജിപ്പിച്ച് പിടിക്കുക. അതായത് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ നടുഭാഗം പിടിക്കുക. അപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കണ്ടോ നമ്മുടെ ബോയുടെ ഷേപ്പിലോട്ട് അത് വന്നു. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഈസിയാണ്, വളരെ സിമ്പിളായിട്ടത് ചെയ്യും. ഒന്നും അറിയാനില്ല, വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിലർ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിച്ചിട്ട് ആ ബോയുടെ ഷേപ്പിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ സെൻറ്റർ പിടിച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ പീസ് കഷ്ണം, ഒരു ഇഞ്ച് വീതിയുള്ള തുണി മതി. നമുക്കൊന്ന് മടക്കി അടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ സെൻറ്റർ പിടിക്കുമ്പം ആ ഭാഗം മനസ്സിലാകാതിരിക്കാൻ നമുക്ക് അതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ പിടിച്ച ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് വീതിയുള്ള തുണി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ തുണി സെൻറ്ററിൽ വെച്ചിട്ട് അടിഭാഗം കാണാത്ത രീതിയിൽ, ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം കാണാത്ത രീതിയിലൊന്ന് കൈത്തുന്നൽ തുന്നിക്കൊടുത്താൽ മതി. സാധാരണ സൂചി നൂല് ഉപയോഗിച്ച് വെറുതെ ഒന്ന് തുന്നിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കത് തുന്നിയെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ഞാനത് തുന്നിയെടുത്തു. ബോ മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ബോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. രണ്ടും ഒരേപോലെ തന്നെയാണ്, പിന്നെ തുണി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.